Hi everyone, this is Rinsi from Grow Malayalam channel. പല ആളുകൾ സ്മോൾ ക്യാപ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് ബൈ ടൈം അതിൽ നിന്നൊരു സമ്പത്ത് വളർത്തിയെടുക്കാം എന്നൊരു പ്രതീക്ഷയിലാണ്. എന്നാൽ സ്മോൾ ക്യാപ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ ഇടിയാൻ ചാൻസ് ഉള്ള ഇതാണ്. പക്ഷേ വേറൊരു സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പല സ്മോൾ ക്യാപ് കമ്പനികളും വളർന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിന് വലിയൊരു സമ്പത്ത് നേടിക്കൊടുത്തേക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പണം ഉണ്ടാക്കുന്ന ഓരോ സ്മോൾ ക്യാപ് കമ്പനിക്കും ആ പണം നഷ്ടപ്പെടുത്തുന്ന മറ്റൊരു കമ്പനി ഉണ്ട് എന്നൊരു അപകടമുണ്ട്. കാരണം പല സ്മോൾ ക്യാപ് കമ്പനികളും സൈക്ലിക്കലായിട്ട് വരുന്ന കാര്യങ്ങൾ തരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കഴിവും കരുതലും അവർക്കില്ല. സ്മോൾ ക്യാപ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ പ്രധാന പ്രയോജനം നമുക്ക് കുറേ കാലത്തിന് ശേഷം പണം ഉണ്ടാക്കാൻ സാധിക്കുന്ന സ്മോൾ ക്യാപ് കമ്പനികളെ അറിയാൻ കഴിയുന്നു എന്നതാണ്. അപ്പോൾ സ്മോൾ ക്യാപ് എന്ന ലോകം വലുതാണ്, കൂടാതെ ഓരോ സ്മോൾ ക്യാപും വ്യത്യസ്തമാണ്. അപ്പോൾ പല സ്മോൾ ക്യാപ് ഫണ്ടിന്റെയും പോർട്ട്ഫോളിയോ തമ്മിൽ വളരെ കുറച്ച് സാമ്യം മാത്രമേ ഉള്ളൂ. മാത്രമല്ല ഓരോ പോർട്ട്ഫോളിയോയും വ്യത്യസ്ത സെറ്റ് സ്മോൾ ക്യാപ് കമ്പനികൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. സ്മോൾ ക്യാപ് ഫണ്ടിന്റെ ഒരു മെയിൻ പോരായ്മ എന്ന് പറയുന്നത് ലിക്വിഡിറ്റിയാണ്. കാരണം എന്താ വെച്ചാൽ പല സ്മോൾ ക്യാപ് ഫണ്ടുകൾക്കും ക്വാളിറ്റി സ്മോൾ ക്യാപ് കമ്പനികളെ ശരിയായ വിലയിലും വോളിയത്തിലും കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. കൂടാതെ AUM, അതായത് അസറ്റ് അണ്ടർ മാനേജ്മെന്റ്, അപ്പോൾ അത് വലുതാകുമ്പോൾ സ്മോൾ ക്യാപ് ഫണ്ട് മാനേജർക്ക് ഫണ്ട് മാനേജ് ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ടാകാറുണ്ട്. മാത്രമല്ല സ്മോൾ ക്യാപ് ഫണ്ട്സ് ലാർജ് ക്യാപ് ഫണ്ടിനെയും മിഡ് ക്യാപ് ഫണ്ടിനെയും അപേക്ഷിച്ച് കൂടുതൽ വോളറ്റൈലാണ്. മാത്രമല്ല റിസ്ക്കും കൂടുതലാണ്. ഇവിടെ സ്മോൾ ക്യാപ് ഫണ്ട്സിൽ നിന്ന് റിട്ടേൺസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എപ്പോഴാണ് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റിലേക്ക് എൻ്റർ ചെയ്യുന്നത്, അതുപോലെ തന്നെ എക്സിറ്റ് ചെയ്യുന്നത്, ഇതനുസരിച്ചിട്ടാണ്. അപ്പോൾ സ്മോൾ ക്യാപ് ഫണ്ടിന് തെറ്റുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയണം താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഇനി അങ്ങോട്ട് നിങ്ങൾ ഫുള്ള് കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ബട്ട് അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റഗ്രാം അതുപോലെ FB ഹാൻഡിൽസും കൂടി നിങ്ങൾ ഫോളോ ചെയ്യാം. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേയ്സ് വീഡിയോ. എന്താണ് സ്മോൾ ക്യാപ് ഫണ്ട്സ് എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ സ്മോൾ ക്യാപ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് തന്നെയാണ്. ഇപ്പോൾ സെബി റൂൾസ് പ്രകാരം ഇവിടെ അവർ അസറ്റിൻ്റെ 65% സ്മോൾ ക്യാപ് കമ്പനിയുള്ള സ്റ്റോക്കിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഈ സ്മോൾ ക്യാപ് സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെബി ലിസ്റ്റിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ അടിസ്ഥാനത്തിൽ ടോപ്പ് 250 കമ്പനികൾക്ക് പുറമേ ഉള്ളതാണ് സ്മോൾ ക്യാപ് സ്റ്റോക്സ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും പറയാം, അതായത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ടേംസിൽ NSE BSE പോലത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത ടോപ്പ് 250 കമ്പനികൾ ഒഴിച്ചുള്ളവയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട്സ് ആണ് സ്മോൾ ക്യാപ് ഫണ്ട്സ് എന്നുള്ളത്. ഫണ്ട് മാനേജേഴ്സ് എപ്പോഴും മാർക്കറ്റിൽ സ്ഥിരമായിട്ട് പെർഫോം ചെയ്യുന്നു, ബെഞ്ച് മാർക്ക് ഇൻഡെക്സിനും ലാർജ് ക്യാപ് സ്റ്റോക്കിനെയും ഔട്ട് പെർഫോം ചെയ്യുന്നതായ സ്മോൾ ക്യാപിറ്റലൈസേഷൻ സ്റ്റോക്സ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭാവിയിൽ വലിയ ബിസിനസ് ആവാൻ സാധ്യതയുള്ളതും ഇൻവെസ്റ്റേഴ്സിന് നല്ല റിട്ടേൺസ് കൊടുക്കുന്നതുമായ സ്റ്റോക്കിലാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുള്ളത്. അപ്പോൾ സ്മോൾ ക്യാപ് ഫണ്ട്സ് വോളറ്റൈൽ ആണ്, അതുപോലെ തന്നെ കൂടുതൽ റിസ്ക് ഉള്ളതുമാണ്. അപ്പോൾ ഉയർന്ന റിസ്ക് ടോളറൻസ് ഉള്ള ഇൻവെസ്റ്റേഴ്സിനാണ് ഇത് കൂടുതൽ യോജിക്കുന്നത്. അപ്പോൾ ഒരു ബുൾ മാർക്കറ്റിൽ സ്മോൾ ക്യാപ് ഫണ്ട്സ് മിഡ് ക്യാപ് അതുപോലെ തന്നെ ലാർജ് ക്യാപ് ഫണ്ട്സിനെ ഔട്ട് പെർഫോം ചെയ്യാം. അതുപോലെ തന്നെ ഒരു ബേ മാർക്കറ്റിൽ റിട്ടേൺസ് നല്ല രീതിയിലും കുറയാനുള്ള സാധ്യത ഇവിടെയുണ്ട്. ഇനി സ്മോൾ ക്യാപ് ഫണ്ട്സിൽ നിങ്ങൾ ഒഴിവാക്കേണ്ട കുറച്ച് മിസ്റ്റേക്കുകളാണ് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ സ്മോൾ ക്യാപ് ഫണ്ടുകളെ നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ കോർ പോർട്ട്ഫോളിയോയിൽ നിങ്ങൾ ഇടരുത്. നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോയിൽ നിങ്ങൾക്ക് കോർ പോർട്ട്ഫോളിയോ അതുപോലെ തന്നെ സാറ്റലൈറ്റ് പോർട്ട്ഫോളിയോ സ്ട്രാറ്റജി നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അപ്പോൾ കോർ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ പോർട്ട്ഫോളിയോയുടെ 75 മുതൽ 80% ആയിരിക്കണം. ഇതിൽ നിങ്ങൾക്ക് ലാർജ് ക്യാപ് ഫണ്ട്സ് അതുപോലെ തന്നെ ഇൻഡെക്സ് ഫണ്ടുകളൊക്കെ ഇടാം. അപ്പോൾ ഇൻഡെക്സ് ഫണ്ട് എന്ന് പറഞ്ഞാൽ Nifty 50 അതുപോലെ തന്നെ സെൻസെക്സ് ഒക്കെ ട്രാക്ക് ചെയ്യുന്ന ഫണ്ടുകളാണ്. അപ്പം ഈ കമ്പനികൾ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ആയാലും സ്റ്റേബിൾ ആയിരിക്കും. അപ്പോൾ സാറ്റലൈറ്റ് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഓവറോൾ റിട്ടേൺസ് കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന മാക്സിമം റിസ്ക് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്മോൾ ക്യാപ് ഫണ്ടുകൾ നിങ്ങളുടെ സാറ്റലൈറ്റ് പോർട്ട്ഫോളിയോയുടെ ഭാഗമായിരിക്കണം. അപ്പോൾ കോർ പോർട്ട്ഫോളിയോയുടെ അല്ല അത് ഭാഗം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ചെയ്യാൻ നല്ല രീതിയിൽ ഈ ഫണ്ടുകൾ ഇടിയും. അപ്പോൾ ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മാർക്കറ്റ് ക്രാഷ് ഉണ്ടായാൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് മൊത്തം നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കാനുള്ള ചാൻസ് അവിടെയുണ്ട്. ഇനി രണ്ടാമത്, സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷിന് ശേഷം ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുള്ള സ്മോൾ ക്യാപ് ഫണ്ടുകളിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യരുത്. ഇപ്പം ഒരു ബേ മാർക്കറ്റിൽ ഭയങ്കരമായിട്ട് ക്രാഷ് ചെയ്ത സ്മോൾ ക്യാപ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ ഇഷ്ടപ്പെട്ടേക്കാം. എന്നാൽ ആ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് കറക്ഷൻ അധികം താഴ്ന്നിട്ടില്ലാത്ത സ്മോൾ ക്യാപ് ഫണ്ട്സ് ആണ് നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾ നോക്കേണ്ടത്. കാരണം അവർക്ക് മാർക്കറ്റ് തിരിച്ചു വരുമ്പോൾ മെച്ചപ്പെടാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. അപ്പം ബേ മാർക്കറ്റിന് മുമ്പ് ഈ ഒരു ഫണ്ടുകളുടെ പെർഫോമൻസ് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അവരുടെ കൺസിസ്റ്റൻസി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ മാർക്കറ്റ് കറക്ഷൻ്റെ സമയത്ത് ബെഞ്ച് മാർക്ക് അതുപോലെ തന്നെ കോമ്പറ്റേറ്റേഴ്സിനെ ഔട്ട് പെർഫോം ചെയ്ത് സ്മോൾ ക്യാപ് ഫണ്ടുകൾ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അത് സഹായിക്കും. ഇപ്പോൾ ട്രാക്ക് റെക്കോർഡ് നോക്കാതെ മാർക്കറ്റ് ഇടിഞ്ഞ സമയത്ത് നല്ലപോലെ ഇടിഞ്ഞ സ്മോൾ ക്യാപ് ഫണ്ടുകളാണ് നിങ്ങൾ സെലക്ട് ചെയ്തെങ്കിൽ ബാക്കിയുള്ള സ്മോൾ ക്യാപ് ഫണ്ടുകളൊക്കെ തിരിച്ചു കയറി വന്നാലും നിങ്ങൾക്ക് നല്ല റിട്ടേൺസ് കിട്ടില്ല.
ഇനി മൂന്നാമത് ഉയർന്ന അസറ്റ് അണ്ടർ മാനേജ്മെന്റ് ഉള്ള സ്മോൾ ക്യാപ് ഫണ്ടുകൾ തിരഞ്ഞെടുക്കാതിരിക്കുക. അതായത് ഒരു പ്രത്യേക മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ, ഇപ്പോൾ ഉദാഹരണത്തിന് സ്മോൾ ക്യാപ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് നിർബന്ധമുള്ള ഫണ്ടുകളിലെ സൈസിന് പ്രാധാന്യമുണ്ട്. ഇപ്പോൾ ഒരു സ്മോൾ ക്യാപ് ഫണ്ട് ഇപ്പോൾ നന്നായി പെർഫോം ചെയ്താൽ ഇൻവെസ്റ്റേഴ്സിൽ അതിൽ ഒരുപാട് പണം നിക്ഷേപിക്കും. അങ്ങനെ അത് വലുതാകുമ്പോൾ അത് മാനേജ് ചെയ്യാൻ വേണ്ടി ഫണ്ട് മാനേജർക്ക് സാധിക്കാതാകും. അപ്പോൾ ഇതിനെ നമ്മൾ വിന്നേഴ്സ് കേഴ്സ് എന്ന് പറയും. അപ്പോൾ അസറ്റ് അണ്ടർ മാനേജ്മെന്റ് സൈസ് കൂടുമ്പോൾ സ്മോൾ ക്യാപ് ഫണ്ടുകൾ പ്രശ്നങ്ങൾ നേരിടും. കാരണം ക്വാളിറ്റി സ്മോൾ ക്യാപ് ഫണ്ടുകൾ സ്റ്റോക്കുകളുടെയൊക്കെ എണ്ണമൊക്കെ കുറവായിരിക്കും. ഇനിയിപ്പം നല്ലതുണ്ടെങ്കിൽ തന്നെ നല്ല പ്രൈസിൽ അത് അവൈലബിൾ ആയിരിക്കില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സ്മോൾ ക്യാപ് കമ്പനിയുടെ മൂല്യം 1000 കോടി രൂപയാണെന്നിരിക്കട്ടെ. അപ്പം AUM 200 കോടി രൂപയുള്ള ഒരു സ്മോൾ ക്യാപ് ഫണ്ടിന് അവരുടെ അസറ്റിന് 5%, അതായത് 10 കോടി രൂപ ഈ കമ്പനിയിൽ എളുപ്പത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാം. എന്നാൽ 5000 കോടി രൂപ AUM ഉള്ള ഒരു സ്മോൾ ക്യാപ് ഫണ്ട് അവരുടെ അസറ്റിന് 5%, 250 കോടി രൂപ ഈ കമ്പനി നിക്ഷേപിക്കാൻ കഴിയില്ല. അപ്പം ഈ വെല്ലുവിളികൾ കാരണം ഫണ്ടിന്റെ സൈസ് മാനേജ് ചെയ്യാൻ പറ്റാതാകുമ്പോൾ ചില സ്മോൾ ക്യാപ് ഫണ്ടുകൾ പുതിയ ഇൻഫ്ലോസും ലെംസം ഇൻവെസ്റ്റ്മെന്റും സ്വീകരിക്കുന്നതൊക്കെ നിർത്തും. എന്നാൽ കുറവ് AUM ഉള്ള ഒരു സ്മോൾ ക്യാപ് ഫണ്ടിന് ചില പ്രതികൂലമായ കാരണങ്ങളുണ്ട്. ഉദാഹരണത്തിന് ചില ഇൻവെസ്റ്റർമാരുടെ അടുത്ത് അസറ്റിന്റെ ഒരു വലിയ പങ്കുണ്ടെങ്കിൽ അവർ എക്സിറ്റ് ചെയ്യുന്ന ഫണ്ടിന്റെ പെർഫോമൻസിനെ ബാധിക്കും. ഇനി മറുവശത്ത് ഉയർന്ന AUM ഉള്ള ഫണ്ടുകൾക്ക് റിഡംഷൻ പ്രശ്നങ്ങൾ അതിജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിലുള്ള ക്യാഷ് ഹോൾഡിംഗ് ഉണ്ട്. അപ്പോൾ ചില വലിയ ഇൻവെസ്റ്റേഴ്സ് എക്സിറ്റ് ആകുന്ന ഫണ്ടിന് വലുതായിട്ട് ബാധിക്കില്ല. അപ്പോൾ സൈസ് സംബന്ധിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങൾക്ക് വളരെ ചെറുതുമല്ല എന്നാൽ വലുതുമല്ലാത്ത തരത്തിലുള്ള സ്മോൾ ക്യാപ് ഫണ്ടുകൾ തിരഞ്ഞെടുക്കാം. ഇപ്പോൾ ലിക്വിഡിറ്റി സംബന്ധിച്ച പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വളരെ ചെറിയ സൈസുള്ള സ്മോൾ ക്യാപ് ഫണ്ട്സ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത്. അപ്പോൾ ഫണ്ട് മാനേജേഴ്സിന്റെ കഴിവ്, ഫണ്ട് ഹൗസ് പെഡിഗിരി, ടീം, കഴിഞ്ഞ കാല ട്രാക്ക് റെക്കോർഡ്, ഫണ്ട് ഹൗസിന്റെ പ്രോസസ് ഒക്കെ നോക്കിയതിന് ശേഷം വേണം ഫണ്ട് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നാലാമത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മോൾ ക്യാപ് ഫണ്ട്സിൽ തുക മൊത്തമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. അതായത് സ്മോൾ ക്യാപ് ഫണ്ടുകൾ വളരെ വോളറ്റൈലായ ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പോൾ സ്മോൾ ക്യാപ് ഫണ്ടുകളിൽ മൊത്തം തുക നിങ്ങൾ നിക്ഷേപിച്ചാൽ ഉടനെ തന്നെ മാർക്കറ്റ് ക്രാഷ് ചെയ്യാൻ ഒരുപാട് പണം നിങ്ങൾക്ക് നഷ്ടപ്പെടും. ഉദാഹരണത്തിന് ഇൻവെസ്റ്റ് ചെയ്ത് ഉടനെ തന്നെ നിങ്ങളുടെ സ്മോൾ ക്യാപ് ഫണ്ടിൽ 20% കുറവ് നേരിട്ടാൽ നിങ്ങൾ ഒരിക്കലും സ്മോൾ ക്യാപ് ഫണ്ടിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ഇതിന് കാരണം സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ആകുന്നു. എന്നാൽ പല ലാർജ് ക്യാപ്, മിഡ് ക്യാപ് ഫണ്ടുകൾ നന്നായി താഴുന്നു എന്ന് മാത്രമല്ല സ്മോൾ ക്യാപ് ഫണ്ടുകൾ കൂടുതൽ താഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ സമയത്തിനനുസരിച്ച് ഫണ്ട് വാങ്ങാനുള്ള വിലയുടെ ശരാശരി, അതായത് റുപ്പി കോസ്റ്റ് ആവറേജിങ് ബെനിഫിറ്റ് നൽകുന്ന സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസിലൂടെ നിങ്ങൾ സ്മോൾ ക്യാപ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഇപ്പം നിങ്ങൾ സ്മോൾ ക്യാപ് ഫണ്ടിൽ ഒരു സീസൺഡ് ഇൻവെസ്റ്റർ ആണ്. അതായത് നിങ്ങൾ സെലക്ട് ചെയ്തേക്കുന്ന സ്മോൾ ക്യാപ് ഫണ്ടിൽ ലെംസമായിട്ട് എമൗണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലെംസം എമൗണ്ട് 24 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് ഓരോ ആഴ്ചയും ഓരോ പാർട്ട് വെച്ച് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെയെങ്കിൽ 6 മാസം കൊണ്ട് നിങ്ങളുടെ മൊത്തം തുക സ്മോൾ ക്യാപ് ഫണ്ടിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു അപ്രോച്ച് നിങ്ങൾ ഫോളോ ചെയ്യണമെങ്കിൽ കുറച്ച് ലാഭവും കുറച്ച് നഷ്ടവും വരാം. പക്ഷെ നിങ്ങൾ സ്മോൾ ക്യാപ് ഫണ്ടിൽ നിന്ന് വിട്ടുപോകില്ല. ഇനി ഇവിടുത്തെ അഞ്ചാമത്തെ മിസ്റ്റേക്ക് പറഞ്ഞാൽ ഒരുപാട് സ്മോൾ ക്യാപ് ഫണ്ടുകളിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നോർമലി അഡ്വൈസ് ചെയ്യാറുള്ളത് ഇങ്ങനെയാണ്. അതായത് നിങ്ങൾ ഒരു ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ പല സെക്ടറിലും അതുപോലെ തന്നെ പല മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ, പല മ്യൂച്വൽ ഫണ്ടിലേക്ക് നിങ്ങൾക്ക് എക്സ്പോഷർ ഉണ്ടാവണം എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഈ സ്മോൾ ക്യാപ് ഫണ്ടുകൾക്ക് ചെറിയ കമ്പനികളാണ് അപ്പോൾ കൂടുതൽ എക്സ്പോഷർ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് റിസ്ക്കും കൂടുതലാണ്. മാത്രമല്ല ഷോർട്ട് ടേമിൽ അവർ വോളറ്റൈലും ആയിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു റിസ്ക് ടോളറൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഹൈ റിസ്ക് എടുക്കാനൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ 2 ഡിഫറെൻറ്റ് സ്മോൾ ക്യാപ് ഫണ്ടുകളിലേക്ക് നിങ്ങൾക്ക് എക്സ്പോഷർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല റിട്ടേൺസ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, അതായത് 2 ഫണ്ടുകൾക്കും 2 തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് സ്റ്റൈൽ ആയിരിക്കണം. അതുപോലെ തന്നെ ഫണ്ടുകൾക്ക് സെയിം കമ്പനി അതുപോലെ തന്നെ സെക്ടറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല. അങ്ങനെയെങ്കിൽ നമുക്ക് പോർട്ട്ഫോളിയോ ഓവർലാപ്പ് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ ഈ സ്മോൾ ക്യാപ് ഫണ്ടുകൾ മാർക്കറ്റ് ഇടിയുമ്പോൾ നല്ല രീതിയിൽ താഴേക്ക് പോകും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2008 നോക്കിയാൽ ആവറേജ് ഒരു സ്മോൾ ക്യാപ് ഫണ്ട് 57% ഇടിഞ്ഞിട്ടുണ്ട്. സോ 2008 തുടക്കത്തിൽ 1 ലക്ഷം രൂപ നിങ്ങളിപ്പോൾ സ്മോൾ ക്യാപ് ഫണ്ടിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ഒരു വർഷം അവസാനമായപ്പോൾ അത് വെറും 43,000 രൂപ മാത്രമായിട്ട് മാറിയേനെ. അതായത് നിങ്ങളുടെ പകുതിയോളം ക്യാഷ് പോയി. സോ അതാണ് സ്മോൾ ക്യാപ് ഫണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ കയറ്റവും ഇറക്കമൊക്കെ ഡ്രമാറ്റിക് ആണ്. അപ്പം ഈ ഫണ്ടുകളൊക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എൻട്രി അതുപോലെ തന്നെ എക്സിറ്റ് ഒക്കെ നിങ്ങൾ ടൈം ചെയ്യണം. എന്നാലും നിങ്ങൾക്ക് റിട്ടേൺസ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. മാത്രമല്ല സ്മോൾ ക്യാപ് ഫണ്ടിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ 7 വർഷത്തിന് മുകളിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഹൊറിസോൺ ആയിരിക്കണം നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് തന്നെ ഇക്വിറ്റി മാർക്കറ്റിൽ ഫസ്റ്റ് ടൈം ഉള്ളവർക്ക് ഇത് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് അല്ല സ്മോൾ ക്യാപ് ഫണ്ട്സ് എന്നുള്ളത്. ഇപ്പോൾ സ്മോൾ ക്യാപ് ഫണ്ട്സിന് ഹൈ മോർട്ടാലിറ്റി റേറ്റ് ആണുള്ളത്. 10 വർഷത്തിന് മുമ്പ് 2500 സ്മോൾ ക്യാപ് സ്റ്റോക്കുകൾ ഉണ്ടായിരുന്നതിൽ ഏകദേശം 800 എണ്ണം വാനിഷ് ആയിട്ടുണ്ട്. സോ സ്മോൾ ക്യാപ് സ്റ്റോക്കിൽ നിങ്ങൾ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ക്യാഷ് നിങ്ങൾക്ക് നഷ്ടം ഉണ്ടായേനെ. പക്ഷേ പല സ്മോൾ ക്യാപ് ഫണ്ട് മാനേജേഴ്സും നല്ല സ്മോൾ ക്യാപ് സ്റ്റോക്കുകൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ 10 വർഷത്തിൽ സൈസ് കുറഞ്ഞ അല്ലെങ്കിൽ അപ്രത്യക്ഷമായി 800-ലധികം ചെറിയ സ്മോൾ ക്യാപ് സ്റ്റോക്കിൽ 80% ഒഴിവാക്കാൻ വേണ്ടി സ്മോൾ ക്യാപ് ഫണ്ട് മാനേജർമാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. സോ സ്മോൾ ക്യാപ് ഫണ്ടുകളുടെ മിസ്റ്റേക്സ് അതൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ്സിൽ നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആവാൻ
വേണ്ടിയിട്ട് സാധിക്കും. സോ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറക്കരുത്. അപ്പം നമുക്ക് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് യൂസ്ഫുൾ കോണ്ടന്റ്സ് ഒക്കെ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.